ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയും ഗോതമ്പൊടിയും കൂടി മൊത്തം 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി മൈദപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിലും 1.5 കപ്പ് എടുത്താൽ മതി. അതല്ല ഗോതമ്പൊടിയാണ് എടുക്കുന്നതെങ്കിലും 1.5 കപ്പ് എടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചെടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടും കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ മാവ് കുഴച്ചൊന്നും പരത്തിയെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആലു പൊറാത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.